ലോകത്തുള്ള വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാവർക്കും കേരളം കാണണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇവിടേക്ക് ടൂറിസ്റ്റുകൾ, വിദേശികൾ വരുന്നതിൽ വലിയ പ്രധാന കാരണം ഇവിടുത്തെ ടൂർ കമ്പനികളും ഇവിടുത്തെ റിസോർട്ടുകളും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നടത്തുന്ന പ്രചാരണവും അവിടെ നടത്തുന്ന ക്യാമ്പയിൻ്റെയും പേരിൽ ആളുകൾ വരുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ അമേരിക്കയുടെ പരസ്യം കണ്ടിട്ടാവില്ല നിങ്ങൾ അമേരിക്കയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ല, ചൈനയുടെ ഒരു പരസ്യം കണ്ടിട്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ ചൈന ഏതെങ്കിലും ഒരാൾ വന്ന് ക്യാൻവാസ് ചെയ്തിട്ടാവണമെന്നില്ല. നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം ചൈന ഒന്ന് കാണണം, അല്ലെ തായ്ലൻഡിൽ പോകണമെന്ന് തായ്ലൻഡിൻ്റെ പരസ്യം കണ്ടിട്ടാണോ നിങ്ങൾ പോകുന്നത്? അല്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു സ്വാഭാവിക ഡെസ്റ്റിനേഷൻ അല്ല ഇവർക്കൊന്നും കേരളം. ഇതെനിക്കറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ ട്രാവൽ കമ്പനികൾ, ഇവിടുത്തെ ട്രാവൽ മാർട്ടുകൾ ലോകത്ത് പലയിടത്ത് നടത്തും. അവിടെയൊക്കെ കൗണ്ടറുകളിട്ട് അവിടെ വരുന്ന ടൂർ ഓപ്പറേറ്റേഴ്സിനെ, ആ രാജ്യത്തെ ടൂർ ഓപ്പറേറ്റേഴ്സിനെ കൺവിൻസ് ചെയ്ത് നിങ്ങൾ 10 പേരെ വിട്ടാൽ ഇത്ര കമ്മീഷൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അവർക്കുള്ള ഓഫറുകളൊക്കെ കൊടുത്താണ് ഈ ആളുകളെ കൊണ്ടുവരുന്നത്. ഇത് സാധാരണക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റിന്റെയും പുറകിൽ ഏതോ ഒരു ഏജൻസിയുടെ അധ്വാനം നടക്കുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന ഓരോ ടൂറിസ്റ്റിനും വേണ്ടി കമ്മീഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. ടൂർ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് പല ലെവൽ ടൂർ ഓപ്പറേറ്റേഴ്സ്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്തിട്ട്, ഒരു കാറ് നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ പ്രവർത്തനമുണ്ട് അല്ലേ? മാനുഫാക്ചർ ചെയ്യുന്നവനുണ്ട്, അതിൻ്റെ ഇന്ത്യയിലെ ഡീലറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ ലൈസൻസ് എടുത്ത ഏജൻസി ഉണ്ട്, പിന്നെ നിങ്ങളുടെ ലോക്കൽ ഡീലറുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞല്ലേ നിങ്ങളുടെ അടുത്ത് ഈ കാർ എത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു ടൂറിസ്റ്റ് കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും അവനെ ഇവിടേക്ക് ആ നാട്ടിൽ നിന്ന് കയറ്റിവിടുന്ന ഒരു ഏജൻസി, ഒരു സംവിധാനമുണ്ട്. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിരിക്കും, അവരുടെ ആപ്പായിരിക്കും ഇന്നത്. അവർക്കതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്, അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രചാര പ്രവണത നടത്തുന്നുണ്ട്. പ്രചാരം നടത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും വേണ്ടേ? ആരാണ് ഈ പ്രചാരം നടത്തുന്നത്? ഇവിടുത്തെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി ആയിരിക്കാം, ഇവിടുത്തെ ഒരു ടൂർ കമ്പനി ആയിരിക്കാം, ഇൻബൗണ്ട് ടൂർ നടത്തുന്ന ഏതെങ്കിലും ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടായിരിക്കാം. ഈ റിസോർട്ടുകളെല്ലാം വർഷത്തിൽ പലതവണ വിദേശ രാജ്യങ്ങളിൽ പോയി, ട്രാവൽ മാർട്ടുകളിൽ പോയി കേരളത്തെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവരെ അവിടുത്തെ ഏജൻസികൾ വഴി, അവിടുത്തെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ വഴി ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരിക. അതിൻ്റെ അളവ് കുറഞ്ഞപ്പോഴാണ് ഈ കോവിഡിന് ശേഷം കേരളത്തിലേക്ക് വിദേശികളുടെ വരവ് കുറഞ്ഞു. ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് മുഴുവൻ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ്. വിദേശ ടൂറിസ്റ്റുകളുടെ ഒരു ഫാസിനേറ്റിംഗ് ഡെസ്റ്റിനേഷൻ അല്ലാതായിട്ടുണ്ട് കേരളം ഇപ്പോൾ. കാരണം അവരെ എക്സൈറ്റ് ചെയ്യുന്ന കാഴ്ചകൾ, പച്ചപ്പും കായലും പ്രകൃതി എന്ന് പറയുന്നത് നിങ്ങൾ ആരെയോടെയാണ് കാണിച്ച് പേടിപ്പിക്കുന്നത്? സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നവനെയോ? അല്ലെങ്കിൽ മലേഷ്യയും ഇന്തോനേഷ്യയും തായ്ലൻഡും ബാലിദ്വീപും ഒക്കെ കണ്ടിട്ട് വരുന്നവനെയോ? നമ്മൾ ലോകം കുറെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, സൗന്ദര്യബോധത്തോടെ കാലത്തിനനുസരിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവർക്കങ്ങനെ വലിയ ഭ്രമമൊന്നുമില്ല. കേരളം കണ്ടേ 1000 പേര് കേരളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ 10 പേരുടെ അഭിപ്രായം നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ ഇനി ശിഷ്ടകാലം ഇവിടെ ജീവിക്കുന്നു. ഇതിപ്പോൾ നമ്മളവിടെ ചെന്നാലും ഞാനും പറയുന്നല്ലേ. അവർ വന്ന് എയർപോർട്ടിൽ വന്ന് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ രാജ്യം? ആഹാ ബോർന്ന് പറഞ്ഞിട്ട് ഞാൻ പോരും ഓടുന്നു. അപ്പോൾ ആഫ്റ്റർ ഓൾ ദിസ് ഇയേഴ്സ്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇത്രയും രാജ്യങ്ങളും സ്ഥലങ്ങളും പിന്നിട്ടിട്ട് സാറിന് ഹോം എന്ന് പറയുമ്പം എന്താണ് മനസ്സിലേക്ക് വരുന്നൊരു കാര്യം? ഇത് നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ നാട്ടുകാർ, എൻ്റെ കൂടെ പോരുന്ന എൻ്റെ പ്രേക്ഷകർ, ഇതെല്ലാം കൂടെ ചേർന്ന എൻ്റെ ലോകം. അടിപൊളി. ഇത് കണ്ടപ്പോൾ ചോദിക്കാൻ വിചാരിച്ചു, ഈ ഒരു ബിൽഡിംഗ് എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോഴാണെങ്കിലും അതെ, നമുക്ക് കാണുമ്പോൾ ഇവിടെ വേറൊരു സ്ഥലത്ത് ചെന്നൊരു മൂഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ആസ്ഥാനം. ആണ്. അതായത് എൻ്റെ ഓഫീസ്, എൻ്റെ അതിഥികൾ വന്നാൽ അവർ എൻ്റെ ഒപ്പം താമസിക്കുന്ന ഇവിടെയാണ്. എൻ്റെ ഫാമിലി ഇവിടെയാണ്. പൂർണ്ണമായിട്ടും എൻ്റെ ഫാമിലി ഞാൻ ഇങ്ങോട്ട് മാറി താമസിക്കുന്നില്ല, പക്ഷേ ക്രമേണ ഞാൻ പൂർണ്ണമായിട്ടും ഇവിടെ ആവും. പക്ഷേ ഇപ്പോൾ ഇവിടെയും അവിടെയൊക്കെ ആയിട്ടാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ ഒരു ബിൽഡിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആർക്കിടെക്ചർ? ഞാനെപ്പോഴും ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസിക് കെട്ടിടങ്ങൾ കുറേ പണിതിട്ടുണ്ട്, ഹിസ്റ്റോറിക് ബിൽഡിങ്ങുകളുടെ ഒരു ക്യാമ്പസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഹെറിറ്റേജ് വില്ലേജ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പരീക്ഷണങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മിനിമലിസ്റ്റ് ഒരു സാധനം, ഏറ്റവും മിനിമൽ സാധനങ്ങൾ കൊണ്ട്, കല്ലും എക്സ്പോസ്ഡ് കോൺക്രീറ്റും ഏറ്റവും മിനിമം ഫെസിലിറ്റിയൊക്കെ കൊണ്ട് എങ്ങനെ ഒരു പരീക്ഷണം. അപ്പോൾ ഇതൊക്കെ ഇതിനിടയ്ക്കുള്ള ചില രസങ്ങളല്ലേ. നമുക്ക് ജീവിക്കാൻ, നമുക്ക് താമസിക്കാനായിട്ട് ഏറ്റവും മിനിമം ഫെസിലിറ്റി കൊണ്ട്, മിനിമം എന്നാൽ അതിന് ക്വാളിറ്റി വേണം, വൃത്തി വേണം, നമ്മളെ എക്സൈറ്റ് ചെയ്യണം, എപ്പോഴും ഒരു പുതുമ വേണം. ഓക്കെ. ഇനി അപ്പം അടുത്തതായിട്ട് സാറിന് എവിടെ വെച്ചിട്ടായിരിക്കും ഒരു യാത്രയിൽ കാണാൻ പറ്റുന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ സാറിൻ്റെ അടുത്തൊരു യാത്ര എവിടെയാണ്?
എവിടെ വെച്ച് നമ്മൾ കാണുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടേക്ക് പോകുന്നതിനെ ആശ്രയിച്ച് നമ്മളല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാനെവിടാണെങ്കിലും ഉണ്ടാവില്ല. സാറിനെ ഒരുപക്ഷെ വേറെ ആരെങ്കിലും ഒക്കെ എവിടെ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ എവിടെയായിരിക്കും? എന്നെ പൊതുവെ ആളുകൾ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഇല്ല. ഞാൻ സഞ്ചാരത്തിന് ഷൂട്ടിന് വേണ്ടി പോകുമ്പോൾ അവിടെ വെച്ച് ആളുകൾ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നിടത്തോളം എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കാര്യമില്ല. ഓക്കെ, എനിക്കത് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഒരു എയർപോർട്ടിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് വലിയ ജാടയ കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും ഈ സ്വകാര്യത വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ പണിയെടുക്കുന്ന ആരും കാണേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ എങ്ങനെ പോകുന്നു, ഞാൻ വേർത്ത് കുളിച്ച് മുഷിഞ്ഞാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കുറേ വർത്തമാനം പറയാനോ അന്നേരം പരിചയം, ഇതൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നമ്മുടെ ആളുകൾ അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് പോവുക, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ. അവിടെ ഞാൻ എപ്പോഴും ഇപ്പോൾ എയർപോർട്ടിൽ പോയി ഇരിക്കുമ്പോൾ പോലും ഞാൻ പറ്റുമെങ്കിൽ ഒരു ഒഴിഞ്ഞ മൂലയ്ക്ക് പോയിരിക്കുന്നത്. ഞാനൊരു പൊതുവെ ഒരു ഇൻട്രോവേർട്ടായ ഒരാളാണ്. ഒത്തിരി ഇടിച്ചു കയറി വർത്തമാനം പറയുന്ന ഒരാളല്ല. ഇങ്ങനെ സംസാരിക്കുമ്പം അത് സംസാരിക്കുന്നത് എനിക്കറിയാം ഒരു മീഡിയയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ തമ്മിൽ രണ്ടുപേരും കൂടെ കണ്ടുപോകണം ഞാൻ ഇത്രയും വർത്തമാനം പറയുന്ന ഒരാളല്ല. നിങ്ങളുടെ ഒരു ചോദ്യം ഒരു പ്രൊഫഷണൽ വേയിൽ ഉള്ളൊരു സംസാരം അല്ലാതെ ഇപ്പോൾ നാളെ നമ്മൾ വേറെ എവിടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തൊന്നും പോലും വരില്ല. ചിലപ്പോൾ ഞാൻ അത്ര പലപ്പോഴും ഇങ്ങനെ അത്ര എന്താണ് ഒരു ഇൻട്രോവേർട്ടായ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാളെ പോയി, അല്ലെങ്കിൽ പരിചയമുള്ള ഒരാൾ, ഇപ്പം പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ മുഖ്യമന്ത്രി ആണ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ. ഒരു എയർപോർട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിലേ പോയിന്നിരിക്കട്ടെ, എന്നാൽ പോയി അങ്ങോട്ട് അദ്ദേഹത്തെ പോയി ഒന്ന് ഇടിച്ച് കയറി സാറേ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാൻ പോയി അദ്ദേഹത്തിൻ്റെ സ്വസ്ഥത, സ്വകാര്യത, അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ, അദ്ദേഹം പോയിക്കോട്ടെ, ഞാനായിട്ട് ഒരു ഉത്തരവത്തിനും പോലെ എന്നെ കാണുകയേ വേണ്ട എന്ന് വിചാരിച്ച് മാറിയിരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. അങ്ങനെ സ്വഭാവമുള്ളവനും ജീവിക്കാമെന്നുള്ളത് തെളിയിച്ചല്ലോ ലോകം. അത് സത്യമാണ്. അപ്പൊ നെറ്റ്വർക്കിംഗിലൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ഹാർഡ് വർക്ക് ആൻഡ് നമ്മുടെ പണി മാത്രമാണ് നമുക്ക്. അത് മാത്രമേ എനിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ. ഒരു സഹായം എനിക്ക് വേറൊരിടത്തൊന്നും അധികം കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒരു ചാൻസോ മറ്റുള്ളവരുടെ ഒത്തിരി സഹായം കൊണ്ടോ പ്രോത്സാഹനം കൊണ്ടോ സ്പോൺസർഷിപ്പോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പലപ്പോഴും ആദ്യമൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ട്. ഇതെങ്ങനെ ആളുകൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്താൽ പ്രോത്സാഹിപ്പിക്കുക ഇല്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പണിയെടുക്കുക, കഠിനമായി അധ്വാനിക്കുക. ചിലർക്ക് ഭാഗ്യം എന്ന് പറയുന്നൊരു സാധനം അവരുടെ പുറകെ വരും. നമുക്ക് അത്രയൊന്നും ഭാഗ്യമില്ലെങ്കിൽ നമ്മൾ നിരന്തരം ജോലി ചെയ്യുകയും അതിന് ക്വാളിറ്റിയുള്ള യുണീക്കായ മനുഷ്യന് ആവശ്യമുള്ളൊരു ജോലി ആയിരിക്കണം ചെയ്യേണ്ടത്. മണ്ടത്തരം കാണിച്ചിട്ട് കാര്യമില്ല. ഒരാൾക്കും വേണ്ടാത്തൊരു സാധനത്തിന് പുറകെ നമ്മൾ പോയിട്ട് കാര്യമില്ല. ആളുകൾക്ക് താല്പര്യമുള്ള ഒരു സാധനം ചെയ്യുക. പിന്നെ ഇതൊന്നും ശാശ്വതമല്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ നാളെയൊക്കെ മറ്റന്നാൾ നമ്മൾ വേറെ പണിക്കൊക്കെ പോകേണ്ടി വരും. അതും വാസ്തവമാണ്. അല്ലാതെ എക്കാലവും ഇപ്പോൾ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി, അല്ലെ ന്യൂസ് പേപ്പറുകളുടെ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ വാരികകൾ, ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വിറ്റിരുന്ന വാരികൾ വല്ലതും ഇന്നുണ്ടോ? വളരെ കുറവാണ്. തീരെയില്ല. മംഗളം എന്നൊക്കെ പറഞ്ഞ പോലെ 16 ലക്ഷം 20 ലക്ഷമൊക്കെ വിറ്റിരുന്ന പല പ്രസിദ്ധീകരണങ്ങളും ഇന്നില്ല. അപ്പോൾ ഒരു സൈക്കിളുണ്ട് ഏത് പ്രോഡക്റ്റിനും, അല്ലെങ്കിൽ ഏത് സർവീസിനും, ഏത് കൺസെപ്റ്റിനും. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതനുസരിച്ച് പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ മാറണം.